നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്വിംഗ് പെർഫോമൻസ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ M&Mൻ്റെ സ്റ്റോക്കാണ്. ആക്ച്വലി M&Mൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് കിടക്കുക. നമുക്ക് 9/4 ഏപ്രിൽ 9 വന്ന ട്രേഡാണ്. അത് ഒരു ബൈ ട്രെൻഡ്, ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞെങ്കിലും പക്ഷെ നമുക്ക് അതിനകത്ത് എഫക്റ്റീവ് സോഫ്റ്റ്വെയറിനകത്ത് ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് കാണിച്ചതേ ഉള്ളൂ. പിന്നീട് നല്ല രീതിയിൽ കയറിപ്പോയി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 240, ഇന്ന് 22-ാം തീയതിയാണ്, ഏപ്രിൽ 22 240 പോയിൻ്റാണ് കയറി നിൽക്കുന്നത്. നമുക്ക് ബൈസിക്കിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ബട്ട് ആ ടൈമിൽ അത് കൺഫേം അല്ലായിരുന്നു. നമ്മളപ്പോൾ കൺഫേമേഷനോടെ ചെക്ക് ചെയ്ത ശേഷം എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈവിൽ കാണാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ ആണ്. അപ്പോൾ M&Mൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്ന് ബൈ ട്രേഡ് കൺഫേം ആയത് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ആ ഒരു ട്രേഡ് ബൈ സിഗ്നൽ വന്ന ശേഷം അധികം കയറിയിട്ടില്ല. നമുക്ക് സിഗ്നൽ വന്ന കൺഫേം ആയ ലെവൽ വെച്ചാണ് മാർക്കറ്റ് പിന്നെ കയറി തുടങ്ങിയതുണ്ട്. ഈ ഒരു ലെവൽ അവിടെയെന്ന് വെച്ചാൽ എന്താണ് 74 to 86 വരെ, 74 നിന്ന് 86 വരെയാണ് ആ ഒരു ക്യാൻഡിൽ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വെച്ച് എൻട്രി ചെയ്യായിരുന്നു. അവിടെ നിന്ന് കയറിയ ശേഷം ഉണ്ട് ഈ ഒരു ലെവലിൽ ഇറങ്ങി. പക്ഷേ താഴത്തെ ബാർ കണ്ട നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാർ ഇതുപോലെ ഗ്രീനും പ്രൈസ് ബൈ സോണും ആയിരിക്കണം കേട്ടോ. അപ്പോൾ 2 കൺഫർമേഷൻ ഉള്ള ട്രേഡിൽ മാത്രം പിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നീട് അവിടെ നിന്ന് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നോക്കി, ആ ഇറങ്ങിയ സമയത്ത് താഴത്തെ ബാറിൽ യാതൊരു ചേഞ്ചസും ഇല്ല. ദാറ്റ് മീൻസ് അത് നമ്മുടെ കൺഫർമേഷൻ ബാർ, അത് ഗ്രീനിൻ്റെ അർത്ഥം അത് കണ്ടിന്യൂസ് അപ്പിലോട്ട് തന്നെ കയറിപ്പോകുന്നതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇന്നും റെസ്റ്റിന് എടുത്തിട്ട് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാർഗറ്റ് സോഫ്റ്റ് എന്ന ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 70 ഇന്ന് സോഫ്റ്റ് തന്നത് 2598, 2621, 2643, 3 ടാർഗറ്റ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് ഒരു 238, 240 പോയിന്റുകൾ ഇപ്പോൾ കയറി നിൽക്കുവാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിൽ എത്തിയ ശേഷം എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ടാമതിനെ ബൈ ചെയ്തിടായിരുന്നു. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നീട് അത് കയറിപ്പോയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി അവിടെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഒരു മോർ ദാൻ 90% ആക്രോസി വരുന്നൊരു സ്ട്രാറ്റജിയാണ്. നമുക്ക് സ്വിങ്ങിൽ നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.